ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറേയധികം ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. നല്ല തെളിഞ്ഞ ആകാശമാണ്. ഇന്ന് നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ പിറന്നാളാണ് അല്ലേ. ഹാപ്പി ബർത്ത്ഡേ കണ്ണ. ഇവിടെ കണ്ണൻകുട്ടൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കണ്ണനോട് പറഞ്ഞതാണ് കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ കണ്ണ പൊന്നു. അതുപോലെ തന്നെ അപ്പം ഞാൻ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും എൻ്റെ കൃഷ്ണ വിഗ്രഹത്തിന്, എൻ്റെ ഭഗവാന് ഞാനൊരു തുളസിമാലയൊക്കെ ചാർത്തി കേട്ടോ. കഴിഞ്ഞ വർഷം ചാർത്തിയായിരുന്നു. ഇത്തവണ പക്ഷേ എനിക്ക് കഴിഞ്ഞ തവണയിലെക്കാട്ടിലും ഇത്തവണ കൂടുതൽ ഞാൻ സന്തോഷത്തിലാണ്. കാരണം കഴിഞ്ഞ വർഷം എനിക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. രാജേശ്വരനാണ് ഭഗവാന് തുളസിമാലയൊക്കെ ചാർത്തിയത്. ഇത്തവണ എനിക്ക് തുളസിമാല ചാർത്താൻ സാധിച്ചു, അമ്പലത്തിൽ പോകാൻ സാധിച്ചു, പിന്നെ കുറേ കാര്യങ്ങൾ സംഭവിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ 4 പേരും കൂടി മരുത്തൂർവട്ടം അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. നമ്മുടെ ചേർത്തലയിലുള്ള അമ്പലമാണ് ഈ മരുത്തൂർവട്ടം അമ്പലം. അറിയായിരിക്കും ആ അമ്പലത്തിനെ കുറിച്ചൊക്കെ. അവിടെ കൃഷ്ണ ഭഗവാനാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഭഗവാന് ഒരു തൃക്കൈ വെണ്ണയൊക്കെ കൊടുത്തു. സത്യം പറഞ്ഞാൽ താമസിച്ചെന്ന് പറയാം. ഞാനൊരു 6-6:30 ആയപ്പോൾ എഴുന്നേറ്റു, എല്ലാവിടവും തൂത്ത് തുടച്ചു, തലേദിവസം തുണിയൊക്കെ കഴുകി. എനിക്കൊരു അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. അമ്പലത്തിലൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇത്രയും ദിവസം ഇട്ട എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ അടുത്ത അമ്പലത്തിൽ പോയാലും ഞാൻ കഴുകി ഇട്ടിട്ടേ ഞാൻ അമ്പലത്തിൽ പോവുള്ളൂ. വീട് ശുദ്ധിയാക്കാതെ നമ്മൾ അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടിട്ട് കാര്യമില്ലെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോൾ അമ്പലത്തിൽ പോയാലും എൻ്റെ വീട്, ഇപ്പം താമസിക്കുന്ന വാടകയ്ക്കാണെങ്കിലും എവിടെയാണെങ്കിലും ആ വീട് ഞാൻ തൂത്ത് തുടച്ച് മുഷിഞ്ഞ തുണികളുണ്ടെങ്കിൽ അതുവരെ കഴുകിയിട്ടിട്ടേ ഞാൻ അമ്പലത്തിൽ പോകാറുള്ളൂ കേട്ടോ. അത് കുറച്ച് നാളായിട്ടുള്ള കാര്യമാണ്, പണ്ട് തൊട്ടുള്ള കാര്യമല്ല. കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഒരു 2 വർഷത്തോളം ഞാൻ അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഭഗവാന് തൃക്കൈ വെണ്ണയൊക്കെ നേർന്നു. ഭഗവാൻ ഇഷ്ടപ്പെട്ട വെണ്ണയാണ് ഇന്ന് ഞാൻ ഭഗവാന് കൊടുത്തത് കേട്ടോ. അങ്ങനെ അതൊക്കെ നേദിച്ച് കിട്ടി. അങ്ങനെ ഞങ്ങളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ഭഗവാനെ ഇങ്ങനെ ആനയുടെ പുറത്തൊക്കെ, അങ്ങനെ സമയം ഏകദേശം നന്നായിട്ട് ലേറ്റായി കേട്ടോ. ലേറ്റായെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ലേറ്റായി. എനിക്കാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് കുറേ കാര്യങ്ങളുണ്ട്, വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ. അപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ രാജേഷണം പറഞ്ഞാൽ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അയ്യോ, അപ്പം തന്നെ ഭയങ്കര സമാധാനമായി കേട്ടോ. അവിടെയാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ തീർന്നു. നമ്മുടെ ചേർത്തല അമ്പലത്തിൻ്റെ തൊട്ടിപ്പുറത്തുള്ള പത്മ വെജിറ്റേറിയൻ ഹോട്ടൽ, അങ്ങനെ എന്തോ ഒരു ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇടിയപ്പവും കിഴങ്ങ് കറി, അവിടെ നെയ്റോസ്റ്റ് മസാല ദോശയൊക്കെ തീർന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടിയപ്പവും കിഴങ്ങ് കറിയും ഒരു കടലക്കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരുപാട് സന്തോഷമുള്ളൊരു ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. അങ്ങനെ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ കാണുമ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലേ. ഞാൻ സദ്യ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഒരു കുഞ്ഞ് സദ്യ, നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ പിറന്നാളല്ലേ, അപ്പോൾ ഒരു കുഞ്ഞ് സദ്യയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതേ പൊന്നുക്കുട്ടി ഉള്ളിയുടെ തൊലി കളയുന്നു, ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ അച്ചാർ സ്പെഷ്യലിസ്റ്റ് ഇവിടെ അച്ചാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഏകദേശം കറികളൊക്കെ ആയി. ഞാൻ കറികൾ വെക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ. അവിയൽ, സാമ്പാർ, പിന്നെ ബീട്രൂട്ട് കിച്ചടി, അച്ചാർ, പിന്നെന്താണ് പരിപ്പ് കറി, പായസം ഞാൻ സേമിയ പായസം അല്ലെങ്കിൽ വെള്ള നിറത്തിലെ പായസം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ രാകേഷണ്ണന് ഇതുപോലെ ശർക്കര പാനിയായിട്ടുള്ള പായസങ്ങൾ ഇഷ്ടമാണ് കേട്ടോ. അടപ്രഥമൻ, പരിപ്പ് പായസം, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ഞങ്ങൾ പരിപ്പ് പായസം വെക്കാനായിരുന്നു, പക്ഷെ ഞങ്ങൾ പോകുന്ന മഞ്ഞളിൽ പരിപ്പില്ലായിരുന്നു, അവിടെ തിരക്കിയിട്ട് പരിപ്പില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അടപ്രഥമനാണ് കേട്ടോ ഉണ്ടാക്കിയത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കുന്ന കാര്യം വലിയ മെനക്കേടാണ്. ഞാനപ്പോൾ പറയുകയും ചെയ്ത് ഭഗവാൻ അടപ്രഥമൻ ഇഷ്ടമല്ല, ഭഗവാന് പാൽപ്പായസമാണ് ഇഷ്ടം എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ വെച്ചതിൽ അവിയൽ, സാമ്പാർ, തോരൻ, കിച്ചടി, അങ്ങനത്തെ പരിപ്പ് കറി എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാം നല്ല രീതിയിൽ കിട്ടി. പായസം മാത്രം ഫ്ലോപ്പായി പോയി, എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് അടപ്രഥമൻ വെക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഭഗവാൻ ഇഷ്ടമില്ലാത്ത പായസം വെച്ചത് കൊണ്ടാണെന്ന് വരെ പറഞ്ഞു കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് കേട്ടോ. ഭഗവാന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ ഞാനൊന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കണ്ണൻ്റെ പിറന്നാൾ, നമ്മുടെ ഭഗവാൻ കണ്ണന്
എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ കണ്ണൻകുട്ടൻ്റെ പേരാണെന്ന്. അല്ല കേട്ടോ, നമ്മുടെ ഭഗവാൻ കണ്ണൻ്റെ പിറന്നാൾ ഞങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിച്ചു കേട്ടോ. ആദ്യമായിട്ടാണ് ഇതുപോലെ പിറന്നാൾ ഞങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് സദ്യയൊക്കെ ഒരുക്കി പായസം വെക്കാറുണ്ട് കേട്ടോ. മിക്കവാറും കഴിഞ്ഞ പ്രാവശ്യം വെച്ചില്ല, എനിക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ചെയ്തില്ല. പക്ഷേ ഇതിനു മുമ്പ് അമ്മയൊക്കെ ശ്രീകൃഷ്ണ ജയന്തിക്ക് എൻ്റെ അമ്മയൊക്കെ പായസം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഭഗവാന് നേദിച്ചോ അങ്ങനെയൊന്നും ചെയ്തില്ല, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് നോക്കിയൊക്കെ വെക്കുന്നത്, അപ്പോൾ അത് എച്ചിലാവുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഇല വിളമ്പിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാന് കൊടുത്തെന്നുള്ള രീതിയിലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ 4 പേരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചത്. പായസം മാത്രം ഇച്ചിരി ഫ്ലോപ്പായി പോയി. അതിന് ശേഷം പായസമൊക്കെ കൂട്ടി സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറ്റിക്കാട്ട് ജംഗ്ഷനിലോട്ട് വന്നു കേട്ടോ. ഇവിടെ ഉറിയടിയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് നിന്ന് ഇവിടുന്ന് കുറ്റിക്കാട്ട് അമ്പലത്തിൽ നിന്ന് കുറച്ച് കുട്ടികളെയൊക്കെ കൃഷ്ണനായിട്ട് ഒരുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാം, കിടന്നുറങ്ങാമെന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങൾ ഇരുന്നത് കേട്ടോ. കാരണം എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ, രാവിലെ തൊട്ടുള്ള ജോലി. ഇത് കണ്ടോ, ആ വീട്ടിൽ നിന്ന് മാവേലി അല്ല, ഇത് മാവേലി അല്ല, അണ്ണൻ പറഞ്ഞത് മാവേലി ഒന്നും അല്ലെന്ന് പറഞ്ഞു കേട്ടോ. വേറെ എന്തോ ഒരു ഇങ്ങനെ രൂപം കെട്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ടൗണിൽ ഭയങ്കര ഘോഷയാത്രയാണെന്നൊക്കെ അറിഞ്ഞു കേട്ടോ. പണ്ടും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്, ചേർത്തല ടൗണിൽ ഘോഷയാത്രയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇത് നമ്മുടെ കുറ്റിക്കാട്ട് അമ്പലത്തിൽ നിന്ന് കുറച്ച് പേരേ ഉള്ളായിരുന്നു കേട്ടോ കൃഷ്ണനും രാധയായിട്ട്. കൂടുതൽ ആളുകളൊന്നും ഇല്ലായിരുന്നു, വളരെ കുറച്ച് ആളുകൾ മാത്രം കൃഷ്ണനും രാധയായിട്ടൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ കുറ്റിക്കാട്ട് ജംഗ്ഷനിൽ ഉറിയടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അതൊക്കെ കണ്ട് നിന്ന് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കൃഷ്ണൻ്റെ പിറന്നാളെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇപ്പം നമ്മളുടെ ഭക്തിയും കാര്യങ്ങളൊന്നും പറയാൻ നമ്മൾ ആരുമല്ല, കാരണം നമ്മളെക്കാട്ടിലും ഭക്തിയുള്ള ഭഗവാനേ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. നമ്മളൊക്കെ ഭഗവാനെ വിളിക്കുന്നു, അത് തന്നെ. പക്ഷേ ഇന്ന് ഈ ഒരു ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പോയി ക്യൂ നിന്ന് ഭഗവാനെ കാണുന്ന ആളുകളും, എനിക്ക് ഗുരുവായൂരപ്പനോടുള്ള ഒരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിഷമം എന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്നുകുട്ടിക്ക് 1 വയസ്സുള്ളപ്പം ഞാൻ ഗുരുവായൂർ പോയതാണ് കേട്ടോ. പിന്നെ ഇതുവരെ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഗുരുവായൂരപ്പന് കൂടി നമ്മളെ കാണണമെന്ന് തോന്നിയാലേ ഭഗവാനെ കാണാൻ പോവുള്ളൂ എന്ന്. എന്നും പ്രാർത്ഥനയാണ് സത്യം പറഞ്ഞാൽ, എന്നെ ഒന്നും ഗുരുവായൂർ അമ്പലത്തിലോട്ട് വിളിക്കൂ എന്ന്. ഞാൻ എന്തായാലും പോകാതിരിക്കില്ല. ഉടനെ തന്നെ ഈ വരുന്ന ഏതെങ്കിലും ഒരു മാസങ്ങളിൽ ഞാൻ പോകുമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ് അങ്ങോട്ട് പോകാനായിട്ട്. പിന്നെ എല്ലാം ഭഗവാന്റെ കയ്യിലാണെന്നല്ലേ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഉറിയടിയെല്ലാം കണ്ടതിന് ശേഷം ചേർത്തല ടൗണിലോട്ട് പോയി കേട്ടോ. അണ്ണൻ പറഞ്ഞു നമുക്ക് ചേർത്തല ടൗണിലോട്ട് പോകാം, അവിടെ ഒരുപാട് സംഭവം ഉണ്ടെന്ന് ഇവിടെ നിൽക്കുന്നവരൊക്കെ പറഞ്ഞു, നമുക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചേർത്തല ടൗണിൽ വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. എത്ര ഉണ്ണിക്കണ്ണന്മാരെയാണ് കണ്ടത്. എനിക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ. അത് ഇന്ന കുഞ്ഞൊന്നൊന്നുമില്ല, എല്ലാ മക്കളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കുഞ്ഞു പാവന്മാർ. പണ്ടൊക്കെ ഞാൻ, എൻ്റെ അണ്ണനും അറിയാം, ഇവിടെ രാജേഷണ്ണനും അറിയാം, പണ്ട് അമ്മയ്ക്കും അറിയാവുന്നൊരു കാര്യമാണ്. എവിടെ നമ്മുടെ നാട്ടിൽ കുഞ്ഞു പാവന്മാരുണ്ടായാലും ഞാനൊരു കുട്ടി ഉടുപ്പ് വാങ്ങിച്ചുകൊണ്ട് ഞാൻ പോയി കാണും കേട്ടോ. വലിയ വിലയുള്ളതൊന്നും ആയിരിക്കത്തില്ല, ഒരു 60-70 രൂപയുടെ കുഞ്ഞുടുപ്പ് വാങ്ങിച്ചാൽ എവിടെ കുഞ്ഞുങ്ങളുണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ അവിടെ പോയി കുഞ്ഞുവാവന്മാരെ കാണും. എനിക്ക് അത്രയ്ക്ക് ജീവനാണ് കേട്ടോ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം കുറേ കൃഷ്ണന്മാരെ കണ്ടു. ഈ ഒരു കുഞ്ഞുവാവ നടക്കുന്നു വരുന്ന കണ്ടിട്ട് കൊതിയായി കേട്ടോ. അത്ര കൊതി തോന്നുന്ന കുഞ്ഞി കണ്ണന്മാരെയൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. അതിനുശേഷം കുറച്ച് പേര് പറഞ്ഞു ഇനി ഇതിലേ വരത്തില്ല, അപ്പുറത്തെ വഴിയേ വരത്തുള്ളൂ എന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ നടന്ന് അപ്പുറത്തെ വഴി ചെന്നു. ഈ ടൗൺ നമ്മുടെ ചേർത്തല അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ അപ്പുറത്ത് അവിടെ പോയി നിന്ന് കണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉറിയടി നടക്കുന്നു. ഒരുപാട് കൃഷ്ണന്മാരിങ്ങനെ രാധാമാരൊക്കെ ഒരുങ്ങി പോകുന്നു. ഇടയ്ക്ക് എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ ചാർജും കുറഞ്ഞു, മെമ്മറി ഫുള്ളും കാണിക്കണം. ഇങ്ങനെ വീഡിയോ എടുത്ത് കൂട്ടുമല്ലേ, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കൂട്ടുമല്ലേ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എൻ്റെ ഫോൺ അങ്ങ് രാകേഷനെ ഏൽപ്പിച്ചു. എൻ്റെ ഫോണിൽ മെമ്മറിയൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്, പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല, പിന്നെ എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ കാണിക്കുന്നു, പിന്നെ ചാർജും ഇല്ല. അപ്പം ഞാൻ ഓർത്തെന്നാൽ കുറച്ച് വീഡിയോസ് എടുത്തു കേട്ടോ, എടുത്തില്ലെന്നൊന്നും പറയുന്നില്ല. ഉറിയടി കണ്ടോ, നല്ല ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ഉറിയടി. എനിക്കറിയില്ല, ഞാൻ കണ്ടിരിക്കുന്ന ഉറിയടി ഇങ്ങനെ അല്ല കേട്ടോ. ഇങ്ങനെ താത്തിയും മേലോട്ട് പൊക്കിയും താത്തിയും പൊക്കിയും അങ്ങനെ ചെയ്യും. ഒരാൾ നിന്ന് താഴെ നിന്ന് അടിക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഈ രീതിയിലും ഉണ്ടെന്ന് തോന്നുന്നു.
ഇവിടെ ഞാൻ ഇങ്ങനെ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം അമ്പലപ്പുഴ അമ്പലത്തിലൊക്കെ ഞാൻ ഇത് കണക്ക് പോയിട്ടുണ്ട്, ശ്രീകൃഷ്ണ ജയന്തിക്ക് പണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ കൊച്ചിയിലെ. അവിടെയെന്ന് വെച്ചാൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് കൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ആടി ആടി വന്ന് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് വന്ന്, അല്ല രാധമാരൊക്കെ ഡാൻസ് കളിച്ച് വന്ന് ഇങ്ങനെ അവിടെ വേറൊരാൾ നിന്ന് ഇങ്ങനെ താത്തുകയും പൊക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ അടിച്ച് പൊട്ടിക്കും, ചട്ടി അടിച്ച് പൊട്ടിക്കും. ആ ഒരു രീതിയിൽ ഉറിയടിയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇത് വേറൊരു രീതിയിലാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഉണ്ട്, ഇല്ലെന്നല്ല, ഇങ്ങനെയും ഉണ്ട്, രണ്ട് രീതിയിലും ഉണ്ട് കേട്ടോ. എന്ത് ഭംഗിയല്ലേ ഈ കുഞ്ഞുമക്കളൊക്കെ ഇതുപോലെ കൃഷ്ണനും രാധയായിട്ടൊക്കെ ഒരുങ്ങാനായിട്ട്. ഞാൻ കണ്ണൻകുട്ടനെ കുഞ്ഞായിരുന്നപ്പോൾ ഒരുക്കിയിട്ടുണ്ട്, പൊന്നുകുട്ടീനെയും കുഞ്ഞായപ്പോൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്തവണ അങ്ങനെ ഒരുക്കാൻ പൊന്നുകുട്ടീനെ എനിക്ക് തോന്നുന്നു 2 വർഷം എന്തോ ഞങ്ങൾ ഇതുപോലെ ഒരുക്കിയിട്ട് ആലപ്പുഴ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ കൃഷ്ണ ഇതുപോലെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മയാണ് കൊണ്ടുപോയിരിക്കുന്നത്. കണ്ണൻകുട്ടനെ അങ്ങനെയൊന്നും കൊണ്ടുപോയിട്ടൊന്നും ഇല്ല കേട്ടോ. കണ്ണൻകുട്ടനെ അല്ലാതെ വീട്ടിലൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നതേ ഉള്ളൂ ഞാൻ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഫോണൊക്കെ ചാർജ് ചെയ്തതിന് ശേഷം രാകേഷിന് സിനിമയ്ക്ക് പോകാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊരാളുടെ പിറന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ സിനിമ കാണാൻ പോകത്തില്ലേ, ഇങ്ങനെ ആഘോഷമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം. അതുപോലെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ എവിടെ പോയാലും ഈ ഗേറ്റടയാണ്, ഒരു രക്ഷയില്ല കേട്ടോ ഈ ഗേറ്റട കാരണം. ഇപ്പോൾ ഈ ഗേറ്റടയുടെ നോക്കി സമയം നോക്കി വേണം പുറത്തിറങ്ങാനായിട്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ വന്നു. ലോഗോ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, സൂപ്പർ സിനിമയാണ്. സത്യം പറയാമല്ലോ, സിനിമ കണ്ടിട്ട് ഞാൻ ആ തിയേറ്ററിൽ ഇരുന്ന് വിറയ്ക്കുമായിരുന്നു, പേടിക്കുന്നൊരു സിനിമയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല പേടിയായിപ്പോയി കേട്ടോ ഈ സിനിമ കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ശ്രീകൃഷ്ണ ജയന്തിയായിരുന്നു. വളരെ 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 നന്ദിയുണ്ട് ഭഗവാനെ. നമ്മൾ എന്ത് കാര്യം ഉണ്ടായാലും ഭഗവാനോട് നന്ദി പറയണമെന്ന് പറയത്തില്ലേ, അതുപോലെ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന്. ഭഗവാനോട് എന്നും നന്ദി പറയുന്നു. അടുത്ത കൊല്ലവും ഇതുപോലെ ഭഗവാന്റെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണേ. ചെറിയ രീതിയിലാണെങ്കിലും ഇതുപോലെ ആഘോഷിക്കാൻ സാധിക്കണേ. അങ്ങനെ സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. എനിക്കുള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പുറകിലല്ലേ ഇരിക്കുന്നത്. ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു പകലെങ്ങാനും പോയാൽ മതിയായിരുന്നു ഈ സിനിമ കാണാനെന്ന്. അങ്ങനെ സിനിമയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇനിയും വീഡിയോസൊക്കെ വരുന്നുണ്ട്. അടുത്ത ശനിയാഴ്ച നമ്മുടെ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആളുടെ പിറന്നാൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുറച്ചധികം കാര്യങ്ങൾ ഞാനും രാകേഷണ്ണും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആ പ്ലാനൊക്കെ നടക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നടക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ബായ്.